ഹായ് ഗൈസ്, അപ്പം നമുക്ക് ഇന്ന് 6 മാസം കംപ്ലീറ്റ് ആയി. നമ്മൾ സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഉണ്ടാക്കിയതും എന്തൊക്കെയാണ് കൊടുത്തത് എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ സെപ്പറേറ്റ് ചെയ്ത് താഴെ ചെയ്തേക്കാം. അപ്പം നമ്മളിവിടെ കുറുക്ക് റെഡിയാക്കി കൊണ്ട് വന്നിട്ടുണ്ട്. കൊടുത്താലോ? കൊടുക്കുന്നത് കാണിക്കില്ല, കാരണം എങ്ങനെ എനിക്ക് എന്തായിരിക്കും നമ്മളാ. പിന്നെ നമ്മൾ തുണിയിലാനൊക്കെ വന്നിട്ടല്ലേ കൊടുക്കുള്ളൂ, കാരണം മേത് മൊത്തം ആക്കിയാലോ. അങ്ങനെയൊക്കെയാണ് സാധനങ്ങൾ പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കാം. മൊത്തം ഡ്രസ്സിൽ വെൽ ഡ്രസ്സായിട്ടൊന്നും കുറുക്ക് കുടിക്കില്ലല്ലോ. അപ്പം നമുക്കിതൊക്കെ കഴിഞ്ഞിട്ട് കാണാം. അയ്യോ, എന്തൊരു വിശക്കണ. അപ്പോൾ കുറുക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരു ടിപ്പ് പറയാനുള്ളത്, നമ്മൾ കുറച്ച് നേരം മുന്നേ പാല് കൊടുക്കണം നിർത്തി വെക്കണം. പക്ഷേ നല്ലോണം വിശക്കണം, എന്നാലാണ് അവർ കുറുക്ക് കുടിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം പാല് കൊടുത്തിട്ടില്ല, വിശന്നിരിക്കുകയാണ്. അപ്പോൾ കുറുക്ക് കുടിക്കില്ല, ഞാൻ പോയി നോക്കിട്ടെ. ബായ് പഞ്ഞി ബാ, കുറുക്ക് കുടിച്ചു കഴിഞ്ഞാൽ കേട്ടോ. അപ്പം നമ്മൾ കുഞ്ഞിപ്പെണ്ണിന് ആദ്യമായിട്ട് കൊടുക്കാൻ പോകുന്ന സാധനം കേട്ടോ. ബേബി വീറ്റയുടെ റാഗി പൗഡറാണ്. ഞാൻ റാഗി മേടിച്ച് പൊടിച്ച് നെട്ടാക്കി എടുക്കാൻ അടിപൊളിയായിരിക്കുമല്ലോ, കാരണം അത്രയ്ക്ക് നന്നായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം എല്ലാവരും ചെയ്യാനായിട്ട്. അതിന് നല്ല എനിക്ക് പൊടി വാങ്ങാൻ തോന്നി, അങ്ങനെയാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് വാങ്ങി ഇത് നമുക്ക് കുറുക്കിയെടുക്കാം. പിന്നെ ഇത് ഞാൻ പനങ്കൽക്കണ്ടം പൊടിച്ച് വെച്ചിട്ടുണ്ടോ. നമുക്കിത് ഡയറക്റ്റ് ഇടണ്ട, നമുക്ക് ഉരുക്കി ശർക്കര നീര് എടുക്കുന്ന പോലെ നമുക്ക് സെറ്റാക്കി എടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ പൊട്ടും പൊടിയൊക്കെ ഉണ്ടാവും, അപ്പോൾ പിള്ളേർക്ക് മനസ്സിലാണ്. ഇത് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. ഇതാണ് നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ള പരിപാടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറുക്കുണ്ടാക്കാം. ഇത് കുറുക്കുണ്ടാക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് 6 മന്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച നമ്മൾ ഒരു നേരം കൊടുത്താൽ മതി, രാവിലെ മാത്രം. അതും ഒരു വെള്ളത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസിൽ കൊടുത്താൽ മതി. കട്ടയ്ക്ക് കുറുക്ക് പോലെ ഒന്നും കൊടുക്കണ്ട, ഒരു വെള്ളം പോലെയൊക്കെ ഒന്ന് കൊടുത്താൽ മതി. ഒരു സ്പൂൺ പൊടിയൊക്കെ ഇട്ടിട്ട് ഇച്ചിരി കൊടുത്താൽ മതി കേട്ടോ. കാരണം കൊച്ചുങ്ങൾക്ക് അതൊന്ന് അവരുടെ ശരീരത്തിൽ പിടിച്ച് സെറ്റായി വരാൻ ടൈം എടുക്കും. എന്നിട്ട് നമ്മൾ ഒരാഴ്ച പോകും. ചിലവരൊക്കെ പെട്ടെന്ന് കുടിച്ച് സെറ്റായിക്കും, ചിലവർ 2 ആഴ്ചയ്ക്ക് എടുക്കും, ചിലവർ ആ ഒരാഴ്ച തന്നെ നോക്കി ആയിക്കോളും. അപ്പോൾ അത് ഓരോ ബേബിനനുസരിച്ചിരിക്കണം. നമ്മൾ നോക്കിയിട്ട് അമ്മമാർ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം പൊട്ടി കുടിക്കട്ടെ. എത്ര പറയാം, ബാക്ക്ഗ്രൗണ്ടിൽ അവരുടെ വോയിസ് ഒക്കെ കേൾക്കാം കേട്ടോ. അതൊന്നും ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ അവരുടെ വോയിസ് ഇഷ്ടമാതിരി കേൾക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ആദ്യം പനങ്കൽക്കണ്ടം കുറച്ച് വെള്ളം കൊണ്ട് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് ഉരുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഉരുക്കിയെടുത്തിട്ട് ഇതുപോലെ പൊട്ടുംപൊടിയൊക്കെ ഉണ്ടാവും. അപ്പം നമ്മളത് അരിച്ചെടുത്തൊരു പാത്രത്തിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് റാഗി പൗഡറും പിന്നെ പനങ്കൽക്കണ്ടത്തിൻ്റെ നീരും കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കട്ടയിലാണ് സെറ്റാക്കി എടുക്കണം. അതിനുശേഷം വേണം അടുപ്പത്ത് വയ്ക്കാനായിട്ടോ. ഈ പനങ്കൽക്കണ്ടത്തിന് പകരം നമുക്ക് ചക്കര വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അടുപ്പത്ത് വയ്ക്കുമ്പോഴത്തേക്കും കൈ വിടാണ്ട് നല്ലോണം ഇളക്കണം കേട്ടോ. എനിക്ക് കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെയാണ് എൻ്റെ കുറുക്കിൻ്റെ ഒരു പരിവുള്ളത് കേട്ടോ. എങ്ങനെ ഇവിടെ കുറുക്കുടി കഴിഞ്ഞിട്ടാ നമ്മൾ എടുത്തുകൊണ്ട് വന്നതിൻ്റെ ഒരു അരപ്പാത്രത്തോളമാണ് കുടിച്ചിട്ടുള്ളൂ. ഫസ്റ്റ് ടൈം അല്ലേ, എത്രയൊക്കെ കുടിക്കുള്ളൂ. വളരെ മുഴുവൻ കുടിക്കുന്ന വിചാരിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ എടുത്തുകൊണ്ട് വരുന്നത്. പിള്ളേരുടെ ആവശ്യം എന്തെങ്കിലും ചിലപ്പോൾ ചിലർ കാപാത്രം കുടിക്കുള്ളൂ, ചിലർ അരപ്പാത്രം കുടിക്കും, ചിലർ മുക്കാപ്പാത്രം കുടിക്കും കേട്ടോ. അപ്പോൾ മുഴുവൻ കുടിക്കുന്നവരൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ എന്തായാലും ഒരു ഇച്ചിരി കുടിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഇതേപോലെ സ്പൂൺ മേടിച്ച് വെച്ചത് കഴിയാണ്. സ്പൂൺ വാങ്ങി വെച്ചാലും പുള്ളിക്ക് ഒന്നും കഴിക്കാൻ വേണ്ടിയിട്ട് മേടിച്ച് വെച്ചേക്കുക. ഇനിയിപ്പോൾ അത് മേടിച്ചുകൊണ്ട് പോയി കുളിപ്പിക്കുകയൊക്കെ ചേട്ടാ. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഒരു സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ വിശേഷങ്ങൾ. ഇനി മുമ്പോട്ട് എന്തൊക്കെ കൊടുക്കാനൊക്കെ കൊടുക്കുമെന്നും കൂടെ പറ്റുന്ന വീഡിയോസൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു, ബൈ ബൈ, ബൈ ബൈ, ബൈ ബൈ. ഞാൻ പാപ്പ നിന്നേന്ന് പറഞ്ഞേ വേണ്ട, നമുക്ക് ഇവിടെയൊന്നും ഇല്ല ശ്രദ്ധ.